ഞാൻ പഠിച്ചുണ്ടാക്കിയതായിരിക്കുള്ളൂ. ഞാൻ ഒരിക്കലും എനിക്ക് കൈപ്പുണ്യുള്ള ആളാണ് ഞാൻ ഒരിക്കലും യൂസ് ചെയ്യും. ഷെഫ് അതിങ്ങനെ കഴിച്ച് കാണിക്കുന്നതാണെന്ന് തന്നെ എന്റെ അമ്മേ. ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. ചൂര, കേര, കാളാഞ്ചി, ഇതിനകത്ത് ഏത് മീന കുക്ക് ചെയ്യുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്? മത്തി, മത്തി. ചാള. വിശന്ന ദേഷ്യം വരും എന്നൊക്കെ. എനിക്ക് വിശന്ന ഭയങ്കര ദേഷ്യം വരും. ചോദിച്ചു നോക്കി അറിയാൻ പറ്റും. ചോറ്, മീൻകറി, കൂടെ വേറെന്തൊക്കെ വേണം? അത് ഭയങ്കര ടേസ്റ്റാ. വെള്ളം. അയ്യോ, എനിക്കത് പറയുന്ന കേട്ടിട്ട് എനിക്ക് വെള്ളം വരും. എന്റെ അപ്പച്ചൻ വല വലിക്കുമായിരുന്നു ഫോട്ടോ വെച്ചിട്ട്. അപ്പച്ചൻ ഷെഫായിരുന്നു. അതിനുശേഷം വന്നിട്ട് ഫ്രീ ടൈം വല വലിക്കുമായിരുന്നു. പിന്നെ പാളി പോയി ഞാൻ പറയാം ചിക്കൻ ഫ്രൈ ആണോ, ഉപ്പ് കുറച്ച് കൂടുതലാണെന്ന് പറയും. ഉപ്പ് കൂടിയാലും സവാള പടാന്നാണ് പറയുന്നത്. ഞാൻ കൊച്ചിക്കാർ സവാള എന്ന് പറയുന്നത്. ഞാൻ കൊച്ചിയിലുള്ളതല്ലേ, അപ്പൊ ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല. ഇവിടെ മൂവാറ്റുപുഴയല്ലേ? മൂവാറ്റുപുഴ. തേവരപ്പാലം കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ കൊച്ചിയായിട്ട് കൂട്ടുള്ളൂ. ആൾക്കാർ നമ്മൾ ആദ്യം വിളിച്ചിട്ട് 4 ചീത്ത പറയും. താൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. ലാസ്റ്റ് ചേട്ടാ സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറയുന്നത് പറയും. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫുഡ് ചോദിച്ചാൽ എന്താ പറയാ? വഴുതനങ്ങ. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, ഒന്നുകൂടെ പറയാം. ഹേ ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിൽ ഓരോരുത്തരും ഇദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ടിട്ട് ഒരു റെസിപ്പി എങ്കിലും കുക്ക് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ആംഗ്രി ഷെഫ്. താങ്ക് യു സോ മച്ച്. ഷെഫ് നമസ്കാരം. നമസ്കാരം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഷെഫിന്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുക്കിങ്ങിന്റെ ABCD അറിയില്ല. പക്ഷെ ഞാൻ ഷെഫിന്റെ വീഡിയോ കണ്ടിട്ട് മീൻകറി ഉണ്ടാക്കി. ഓക്കെ, അപ്പൊ അതുപോലെ ഒരുപാട് പേര് ഷെഫിന്റെ വീഡിയോസ് കണ്ടിട്ട് കുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ മെസ്സേജ് ഒക്കെ വരാറുണ്ടോ? ഇഷ്ടംപോലെ വരാറുണ്ട്. കുറെ ആൾക്കാർ നമ്മളങ്ങനെ ചെറിയ വീഡിയോസ് ആയതുകൊണ്ടായിരിക്കും കുക്കിംഗ് കുറച്ച് ഈസി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് കുറെ ബാച്ചിലേഴ്സ്, എസ്പെഷ്യലി ബാച്ചിലേഴ്സ്, നമ്മൾ UAE ആയതുകൊണ്ട് തന്നെ കുറെ ബാച്ചിലർ കമ്മ്യൂണിറ്റി അവിടെ കൂടുതലുള്ളതുകൊണ്ടും അവർ മെസ്സേജ് ചെയ്യാറുണ്ട്. ചേട്ടാ ഞങ്ങളെ കണ്ട് കുക്ക് ചെയ്തു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈം ആണ്, നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷം കേൾക്കുമ്പോഴേക്കും. ഷെഫിന് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് മെസ്സേജ് എന്തായിരിക്കും? കുറെ ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇഷ്ടംപോലെ മെസ്സേജ്. ഞാനൊരു വട്ടം ഷെഫിന് മെസ്സേജ് അയച്ചാലോ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ എന്താണെന്നറിയോ, ഞാനൊരു ദിവസം രാത്രി എന്തോ വിശന്നിരിക്കുന്ന സമയത്ത്, കാരണം ഈ 1 മണി 2 മണിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം. ആ സമയത്ത് അപ്പം നമുക്ക് പിന്നെ ഇപ്പൊ കുക്ക് ചെയ്യണമെന്ന് വിചാരിക്കുവാണെങ്കിൽ തന്നെ ഒന്നും വാങ്ങാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ബീഫൊക്കെ വാങ്ങണമെങ്കിൽ തന്നെ 1 മണിക്ക് 2 മണിക്കൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ വീഡിയോ ഇടുമ്പോ എനിക്കറിയില്ല കറക്റ്റ് എനിക്ക് 2 മണി ആ സമയത്താണ് ഈ വീഡിയോസ് വരുന്നത്. പറയാവുന്ന കാര്യമാണ് ചേട്ടാ രാത്രി നമ്മൾ വീഡിയോ ഇടരുത്. അതെ, മനഃപൂർവ്വ സമയത്ത് എടുത്തുള്ളൂ. വിശന്നിരിക്കുന്ന സമയത്തായിരിക്കും ഇത് വരുന്നത്. രാത്രി ആകുമ്പോഴേക്കും ഒരു 8:30 9 o'clock ആകുമ്പോഴേക്കും പോസ്റ്റ് ചെയ്ത് കൊടുക്കും. ആൾക്കാർ സന്തോഷിക്കട്ടെ. അങ്ങനെ ആൾക്കാർ നമ്മൾ ആദ്യം വിളിച്ചിട്ട് 4 ചീത്ത പറയും. താൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു. ലാസ്റ്റ് ചേട്ടാ സന്തോഷമാണ്, ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പറയുന്നത് പറയും. സന്തോഷം. ചീത്ത പറഞ്ഞാലും ആൾക്കാർ ഹാപ്പിയാണ്. ഷെഫ് അതിങ്ങനെ കഴിച്ച് കാണിക്കുന്നതാണെന്ന് തന്നെ എന്റെ അമ്മേ നമുക്ക് വിശക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ മടി പിടിച്ചൊക്കെ ഇങ്ങനെ കിടക്കുമായിരിക്കും. ഇങ്ങനെ ഇന്ന് കുക്ക് ചെയ്യാൻ വയ്യ, ഒന്നും ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കിടക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഷെഫിന്റെ വീഡിയോ കാണുമ്പോ ചെയ്യാം, അതിങ്ങനെ കേൾക്കുമ്പോ തന്നെ ശരിയാണ്, അതൊന്നും ചെയ്ത് നോക്കാം. ആ ഒരു ഇത് എങ്ങനെ കിട്ടിയ ഒരു ഹുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? എങ്ങനെയോ അങ്ങനെ ഇതിനു വേണ്ടി ചെയ്തൊന്നും ആയിരുന്നില്ല. അതെങ്ങനെയോ മിക്ക വീഡിയോസിലുണ്ടല്ലേ? ഇപ്പൊ എല്ലാത്തിലുണ്ട്. നമ്മൾ ആദ്യ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതെപ്പോഴോ ഞാൻ ആദ്യം യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴേക്കും എപ്പോഴും ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പൊ അതിലൊരു ഫോളോവർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു, അത് പറഞ്ഞത് കൊള്ളാം, നമുക്ക് ഭയങ്കര ഇതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞു തോന്നി. അപ്പൊ അത് എപ്പോഴും അങ്ങനെ കൂടെ കൂട്ടി എങ്ങനെ വന്നു, അതാണ് സത്യം. അങ്ങനെ എടുത്തെന്നല്ല, തന്നെ വന്നു. നമ്മൾ ലാസ്റ്റ് പറയുന്ന ഒരു കുക്ക് റെസ്പോൺസിബിൾ എന്ന് പറയുന്നതും ആക്ച്വലി വൈഫാണ് ആ ഇത് ടാഗ് ലൈൻ കൊണ്ടുവരുന്നത്. ഞാൻ ആദ്യം ചെയ്തപ്പോഴേക്കും ആംഗ്രി ഷെഫ് എന്നുണ്ടായിരുന്നു, ആംഗ്രി ഷെഫ് കിച്ചൺ എന്നുണ്ടായിരുന്നുള്ളൂ. കല്യാണത്തിന് ശേഷം വൈഫാണ് ഓക്കെ നമുക്കൊരു ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ കുക്ക് റെസ്പോൺസിബിളി. ലാസ്റ്റ് പറയാന്നുള്ള ഇതും ആ വൈഫ് തന്നെ ലാസ്റ്റ് ഓക്കെ നമ്മള് ബൈ പറഞ്ഞു പോകണ്ട, നമുക്ക് ജസ്റ്റ് കുക്ക് റെസ്പോൺസിബിൾ പറഞ്ഞു പോകാം എന്ന് പറഞ്ഞത്. അതങ്ങനെ ഹിറ്റായി. സത്യം പറഞ്ഞ ഈ ആംഗ്രി ഷെഫ് എന്നുള്ള പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഷെഫ് ഭയങ്കര ചൂട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു മനുഷ്യനാണെന്നാ വിചാരിച്ചത്. പക്ഷെ ശരിക്കും ഇപ്പൊ ഷെഫിന്റെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിൽ ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഷെഫ് ആണെങ്കിൽ ഭയങ്കര തങ്കപ്പെട്ട ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് ഈ ആംഗ്രി ഷെഫ് എന്ന് പേരിടാൻ കാരണം? ഞാൻ ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എനിക്ക് എന്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം. ഇൻ ഫ്യൂച്ചർ എല്ലാ ഷെഫുമാരുടെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ള റെസ്റ്റോറന്റ്. അതിന് വേണ്ടിയിട്ട് ആംഗ്രി ഷെഫ് കിച്ചൺ എന്നുള്ള റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്തെങ്കിലും. കൊച്ചിയിൽ ഒരു റെസ്റ്റോറന്റ് വേണേ. അത് ആദ്യം ഞാൻ ദുബായ് തുടങ്ങിയിട്ട് പിന്നെ കൊച്ചി തുടങ്ങണം. പെട്ടെന്ന് തുടങ്ങണം. കാരണം ഞങ്ങൾ ഈ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. എല്ലാവരുടെയും പോലെ തന്നെ എല്ലാ ഷെഫുമാരുടെയും പോലെ തന്നെ എന്റെയും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ട് റെസ്റ്റോറന്റ്. അപ്പൊ അതിന്റെ ഒരു പേര് ഞാനൊരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് തന്നെ എന്നെ അറിയണം എന്ന രീതിയിലാണ് ആ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തത്. അത് യൂട്യൂബിലാണ് തുടങ്ങിയത് കേട്ടോ. യൂട്യൂബിലൊന്നും ആരും കണ്ടില്ല, അത് അങ്ങനെ പോയി. എല്ലാവരും ചെയ്യുന്ന പോലെ കൊറോണ സ്റ്റാർട്ട് ചെയ്തതാണ്. അതങ്ങനെ അങ്ങനെ വേസ്റ്റ് പോയി. പിന്നെ എപ്പോഴും
ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതിനുശേഷം വൈഫ് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റയിൽ ഇട്ട് തുടങ്ങി. ഇൻസ്റ്റയിൽ അത്യാവശ്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങി. പിന്നെ ഫുഡിന്റെ വീഡിയോസ് ആകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കാണും. പിന്നെ ഭയങ്കര നല്ല ഭംഗിയിലാണ് പ്രസന്റ് ചെയ്യുന്നതൊക്കെ. പിന്നെ വേറെ കാര്യം, നമ്മൾ ആദ്യം ചെയ്യുമ്പോഴേക്കെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കറിക്ക് ഇത്ര സവാള പറഞ്ഞ് ചെയ്തിരുന്നത്, അതെല്ലാം മാറ്റിയിട്ട് ഞാൻ എന്റെ രീതിയിൽ എന്റെ സ്വന്തം ഭാഷ, കൊച്ചിക്കാരുടെ ഒരു ഭാഷ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ ഒരുപാട് ടാറ്റൂസ് ഉണ്ടെന്ന് പറയില്ലേ, എത്ര ടാറ്റൂസ് ഉണ്ട് ഏകദേശം? 1 2 3 4 5 6 6 ടാറ്റൂ. ഞാൻ ശരീരം കറുത്തായാണ് കാണത്തില്ല. അങ്ങനെയില്ല, ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ നോട്ടീസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം എത്ര റെസിപ്പീസ് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടുണ്ടാവും? ഓൾമോസ്റ്റ് 500-600 റെസിപ്പീസ് ഉണ്ടാവും. കുറെ സിമിലർ ആയിരിക്കും, എല്ലാം ഡിഫറെന്റ് ഒന്നല്ല, കുറെ സിമിലർ ആയിരിക്കും. ചില തന്നെ നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തിട്ടുണ്ട് ചില വീഡിയോസ് ഒക്കെ. ഒരു 10-500 റെസിപ്പീസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ നമ്മളിങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ ദുബായിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഒരു ഷവർമ കഴിക്കുകയാണെങ്കിൽ ആ ഷവർമയ്ക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്, നാട്ടിലെ ഷവർമയായിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്നൊക്കെ. അതെന്തുകൊണ്ടാണ്? ഷവർമയുടെ കാര്യം സത്യം പറഞ്ഞാൽ എനിക്കറിയാം. നമ്മളെ ഷവർമ നാട്ടിൽ കഴിച്ചിട്ടില്ല. ആണോ? നമ്മൾ 2 ദിവസം അൽദാസ് പറഞ്ഞിരുന്നു അത് കഴിക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒരിക്കലും നമ്മൾ യു എയിൽ മിസ് ചെയ്യത്തില്ല. യു എയിൽ എവിടെ പോയാലും സൗത്ത് ഇന്ത്യൻ ഫുഡാണ്. കരാമലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡാണല്ലേ. ഓക്കെ, അപ്പം ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഷെഫിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? എനിക്ക് കഴിക്കാൻ ഇഷ്ടം ചോറും മീൻകറി, പുട്ട് ബീഫ്, പുട്ട് പോട്ടി, അങ്ങനത്തെ നമ്മുടെ സാധാരണ നാടൻ നമ്മൾ വീട്ടിൽ കഴിച്ചു വളർന്ന, അല്ല ഞാൻ ജനിച്ച് കഴിച്ചു വളർന്ന ഫുഡാണ് എനിക്കിപ്പോഴും താല്പര്യം കഴിക്കാൻ. എല്ലാ ഫുഡും ഞാൻ കഴിക്കാറുണ്ട്, മാക്സിമം ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. ഡിഫറെന്റ് ഫുഡ്, ഇപ്പൊ നമ്മള് ഫിലിപ്പീനോ ഫുഡ് ആണെങ്കിലും ഞാൻ എല്ലാം ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. എന്ത് കിട്ടിയാലും കഴിക്കുന്ന പറഞ്ഞാൽ എപ്പോഴെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് കിട്ടി തോന്നുന്നു. ഞാൻ ഈ ലാസ്റ്റ് ട്രിപ്പ് മലേഷ്യ പോയി, ഡുറിയൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐസ്ക്രീം ട്രൈ ചെയ്തു, വായി വെച്ച് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. എന്തായിരുന്നു അതിന്റെ സ്മെല്ല്? ആക്ച്വലി എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്മെല്ല് കുറച്ച് റോട്ടൻ സ്റ്റിങ്കി സ്മെല്ലായിരുന്നു. ഇത് ഫീൽ ചെയ്ത് എന്തോ കരിയോയിന്റെ മണമായിട്ടായിരുന്ന സാധനം. അത് കുറച്ച് പാടായിരുന്നു. ടേസ്റ്റ് ചെയ്തു, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് വാങ്ങിയത്, ടേസ്റ്റ് ചെയ്തു കളഞ്ഞു സത്യം പറഞ്ഞാൽ. ഷെഫിന്റെ മീൻകറിക്ക് സത്യം പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഫാൻ ബേസ് ആണ് ഷെഫിന്റെ മീൻകറി. ഞാൻ പറഞ്ഞില്ല ഞാൻ മീൻകറി ഷെഫിനെ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഷെഫ് കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് മീൻകറി, ഒബ്വിയസ്ലി ഷെഫ് ഉണ്ടാക്കിയതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മീൻകറി. അതല്ലാണ്ട് ഷെഫ് പുറത്തു പോയി കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് മീൻകറി എവിടെയാണ്? ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തു പോയി അധികം മീൻകറി കഴിക്കാറില്ല. ഞാൻ പുറത്തു പോയി കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബീഫ്, ചിക്കൻ, ഫിഷ് അധികം കഴിക്കാറില്ല. അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്. ബട്ട് ഈ അടുത്ത് കഴിച്ചിട്ട് നല്ല മീൻകറി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അമ്മച്ചി ഉണ്ടാക്കിയ കാളാഞ്ചി കറി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ മൂന്നാറായി വന്നപ്പോഴേക്കും അമ്മച്ചി കറി ഉണ്ടാക്കി, ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതാണ്, നമുക്ക് വേണ്ടിട്ട് 2-3 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സൂപ്പർ കറിയായിരുന്നു, എപ്പോഴും ടേസ്റ്റിന്റെ വായിലുണ്ട്. പിന്നെ പറയുന്നതാണെങ്കിൽ ഓർമ്മയുള്ള ഒരു ഫിഷ് കറി എന്ന് പറഞ്ഞാല്, ഞാൻ പണ്ട് ട്രാവൽ ചെയ്യുമ്പോഴേക്കും വോമിറ്റ് ചെയ്യുമായിരുന്നു. എനിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായി, സിക്നസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എവിടെയോ പോയി ട്രാവൽ വന്നപ്പോഴേക്കും ഞാൻ അമ്മച്ചിയുടെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പൊ അമ്മച്ചിയുടെ അവിടുത്തെ ഒരു ആന്റി ഉണ്ട്, അപ്പച്ചന്റെ അമ്മയുടെ വീട്ടിലൊരു ആന്റി, ഷീബ എന്ന പുള്ളിക്കാരുടെ പേര്. പുള്ളിക്കാരി ഉണ്ടാക്കി വെച്ചൊരു മീൻ തിളപ്പിച്ചത് കൊച്ചിയിൽ ഭയങ്കര ഫേമസ് ആണ്. അതിന്റെ ടേസ്റ്റ് എനിക്ക് ഇന്ന് വായുന്നുണ്ട്. കുറച്ച് ടേസ്റ്റ് നമുക്ക് ഇപ്പോൾ ഓർമ്മയുള്ള ഒരു ടേസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ മീൻ വാങ്ങുന്ന സമയം അനുസരിച്ചാണ് നമ്മൾ ഓരോ രീതിയിൽ കുക്ക് ചെയ്യുന്ന സ്റ്റൈലിന് ഷെഫ് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, അത് പറഞ്ഞത് പണ്ട് അമ്മച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കല്ല് അരക്കുന്ന കല്ല് പണ്ട് ഞങ്ങൾ അരച്ചാൽ ഉള്ളിൽ കറി വെക്കും, തേങ്ങ അരച്ചിട്ടാ വെക്കും. അപ്പൊ അരക്കുന്ന കല്ല് എപ്പോഴും പുറത്ത് കുറച്ച് നീങ്ങിയിട്ടൊക്കെ ആയിരിക്കും. അവിടെ ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള വെട്ട സംഭവമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ വൈകിട്ട് ആണ് മീൻ കൊണ്ടുവരണമെങ്കിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, മീൻ വെട്ടി കഴുകി ക്ലീൻ ചെയ്തെടുത്ത് അരച്ചെടുക്കാനുള്ള ടൈം കുറവായിരിക്കും. അപ്പൊ അതിന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിളപ്പിക്കൽ എന്നുള്ള പരിപാടി ചെയ്യുന്നത്. ബട്ട് അത് ഭയങ്കര ടേസ്റ്റാ. അയ്യോ, എനിക്കത് പറയുന്ന കേട്ടിട്ട് എനിക്ക് വെള്ളം വരുന്നു. അപ്പം ഇപ്പം ഒരുപാട് മീനുകൾ ഉണ്ടല്ലോ. ഇപ്പം ചൂര, കേര, കാളാഞ്ചി, ഇതിനകത്ത് ഏത് മീൻ കുക്ക് ചെയ്യുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്? മത്തി. അല്ല, എനിക്ക് അതേ ഇഷ്ടം പൊടിമീൻ. പൊടിമീൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലയെല്ലാം വലിക്കുമ്പോഴേക്കും മിക്സ് ചെയ്തിട്ട് മീൻ കിട്ടും. ഇപ്പൊ മാഷിന് അറിയാൻ പറ്റുമോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിമീൻ അല്ല, ഈ മുള്ളൻ, മാലൻ, മണങ്, അങ്ങനത്തെ എല്ലാം കൂടി മിക്സ് ആയിരിക്കും. എന്റെ അപ്പച്ചൻ വല വലിക്കുമായിരുന്നു ഫോട്ടോ വെച്ചിട്ട്. അപ്പച്ചൻ ഷെഫായിരുന്നു, അതിനുശേഷം വന്നിട്ട് ഫ്രീ ടൈം വല വലിക്കുമായിരുന്നു. അപ്പൊ വല വലിക്കുമ്പോൾ അപ്പച്ചൻ കൊണ്ടുവന്ന മീൻ ഈ മിക്സ് ആയിട്ടുള്ള മീനാണ്. ഈ മീനിന്റെ പ്രത്യേകത ഭയങ്കര ഫ്രഷ് ആയിരിക്കും. വല വലിച്ച് നേരെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ്.
മത്തിനേക്കാളും കൂടി പൊടിമീൻ. പൊടിമീൻ ഞാൻ ഉദ്ദേശിക്കുന്ന മീൻ തന്നെയാണോ എനിക്ക് പൊടിമീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ആയിരിക്കും. എല്ലാത്തിനും ചെറിയൊരു മീനായിരിക്കും. എല്ലാ ഈ 4-5 മീനിന്റെ മിക്സ് ആയിരിക്കും അതിനകത്ത്. ചിലപ്പോ കൊഴുവ ഉണ്ടാവും, കുറച്ച് വേളൂരി. ഞാൻ ഈ കൊഴുവയൊക്കെയാണ് അതുപോലെ തന്നെ എല്ലാം മിക്സ് ആയിട്ടുള്ള മീനായിരിക്കും. പിന്നെന്താ വേളൂരി, അതൊക്കെ തന്നെ. ഓക്കെ. സത്യം പറഞ്ഞ ഈ കൈപ്പുണ്യം എവിടെന്നാ കിട്ടിയത്? അപ്പച്ചന്റെ കയ്യിന്നാണോ? കൈപ്പുണ്യം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നില്ല എനിക്ക് കൈപ്പുണ്യം ഉണ്ടെന്ന്. ഞാനിപ്പോ ഉള്ള സ്കില്ല് ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഷെഫ്മാര് 2 തരത്തിലാണ് ഉണ്ടാകുന്നത്. ചിലവർക്ക് അത് അവർക്ക് ജനിച്ചപ്പോ തന്നെ ഒരു കൈപ്പുണ്യം ഉണ്ട്, അവർ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അങ്ങനെ ഒരാളല്ല. കൈപുണ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനത്തെ ഒരു കാര്യം അങ്ങനത്തെ ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ നേരിട്ട് അറിയാം. എന്റെ കുറച്ച് ഫ്രണ്ട്സ്. തീരെയില്ല, ഞാൻ എന്തുണ്ടാക്കിയാലും അത് ഫ്ലോപ്പ് ആയിരിക്കും. അതാ പറഞ്ഞ ആ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് കുക്കിംഗ് എന്നുള്ള സ്കില്ല് ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഈസി ആയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കുക്കിംഗ് സ്കിൽ ആർക്കും പഠിക്കാൻ പറ്റും. ബട്ട് ആ കൈപ്പുണ്യം കിട്ടാൻ കുറച്ച് പാടാണ്. ഞാൻ പഠിച്ചുണ്ടാക്കിയതായിരിക്കുള്ളൂ. ഞാൻ ഒരിക്കലും എനിക്ക് കൈപ്പുണ്യമുള്ള ആളാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ബട്ട് ഇപ്പൊ എനിക്കുള്ള സ്കില്ല് ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ്. ഓക്കെ. ഇപ്പൊ പണ്ട് തൊട്ടേ കുക്കിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു? കുക്ക് ചെയ്യുമായിരുന്നോ? എങ്ങനെയായിരുന്നു? വീട്ടിലെ അമ്മച്ചിനൊക്കെ സഹായിക്കുമായിരുന്നു. വീട്ടിലെ അമ്മച്ചി ചെറിയൊരു കാര്യം സഹായിക്കുന്ന പറഞ്ഞാൽ വലിയ സംഭവങ്ങളല്ല. ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുക, മുട്ടക്കറി ഉണ്ടാക്കി ചെയ്യുമായിരുന്നു. പിന്നെ നമ്മള് അപ്പച്ചൻ ഹോട്ടൽ ഫീൽഡിലായിരുന്നു. അപ്പച്ചൻ ദുബായിലായിരുന്നു. അപ്പച്ചൻ സ്വർണ്ണപ്പണിക്ക് പോയിട്ട് അവിടെ ലാസ്റ്റ് ഹോട്ടലിൽ എത്തിപ്പെട്ടു. അപ്പച്ചൻ കിച്ചണിൽ വന്നു. അപ്പൊ ചേട്ടൻ ഷെഫാണ്, ചേട്ടനെ കൊണ്ടുപോയി. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ദുബായിലേക്ക് എത്തണം. അപ്പൊ ഈസി ആയിട്ടുള്ള ഒരു വേ ഇത് പഠിക്കാന്നുള്ളതാണ്. അപ്പൊ 2 പേരും ഉള്ള കാരണം എന്നെ കൊണ്ടുപോകും എന്നുള്ള സംഭവം കൊണ്ടാണ് ഇത് പഠിച്ചത്. എന്നെ കൊണ്ടുപോയത് എന്റെ ഫ്രണ്ട് നിതിൻ എന്ന് പറഞ്ഞ ഫ്രണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. ലാസ്റ്റ് അതിന്റെ ഫ്രണ്ടാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. ദുബായിൽ എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനകത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, DIH ദുബായ് ഇന്റർനാഷണൽ ഹോട്ടൽ. അതിനകത്താണ്. അവിടെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. വീട്ടിൽ ആരാണ് കൂടുതൽ കുക്ക് ചെയ്യാറ് ഇപ്പൊ ദുബായിലോ? ദുബായിൽ നിങ്ങൾ 2 പേരിൽ ആരാണ് കൂടുതൽ കുക്ക് ചെയ്യാറ്? അത് പറയാൻ പറ്റില്ല. വീക്ക് ഡേയ്സ് ആണെങ്കിൽ പുള്ളിക്കാരത്ത് കുക്ക് ചെയ്യും. ഞങ്ങളുടെ മമ്മി ഉണ്ടായിരുന്നു, വൈഫിന്റെ മമ്മി നമ്മുടെ കൂടെ ഒരു ഓൾമോസ്റ്റ് 2 years ഉണ്ടായിരുന്നു. അമ്മച്ചി ഇടക്കിടക്ക് ഒരു ഇൻ ബിറ്റ്വീൻ 2-3 മാസങ്ങൾ വന്ന് നിൽക്കും. അപ്പൊ അവരുണ്ടെങ്കിൽ അവര് കൂടുതൽ കുക്ക് ചെയ്യും. ഇപ്പൊ നമ്മുടെ കൂടുതൽ ഒരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തി കുക്ക് ചെയ്യും. വീക്കെൻഡ് ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും. എനിക്ക് വീഡിയോ എടുക്കാനുണ്ടാവും. മോന് നിങ്ങൾ ആര് കുക്ക് ചെയ്യുന്ന ഇഷ്ടം? മോനൊന്നും കഴിക്കാറില്ല. ആകെ കഴിക്കുന്നത് ചപ്പാത്തി, ദോശ, ബ്രെഡ്. ചില ആളുകൾ എങ്ങനെയാണ്, നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പാരന്റ്സിന്റെ മക്കളൊന്നും ഒന്നും കഴിക്കില്ല. ചെറുതാണ്, 3 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ഞങ്ങളൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. എന്റെ വീട്ടിലെല്ലാവരും ഞാൻ പുള്ളിക്കാരി നല്ല ഭക്ഷണം കഴിക്കുന്നതാണ്. ബട്ട് അവന് കഴിക്കാൻ വേണ്ടി ഭയങ്കര മടിയാണ്. എന്നാലും പറയൂലോ പപ്പ അന്ന് ഉണ്ടാക്കിയ സാധനം ഒന്നും ഉണ്ടാക്കി തരാൻ, അങ്ങനെയൊന്നും പറയില്ല? അന്നും അങ്ങനെ ആയിട്ടില്ല, ചെറുതല്ലേ, പറയുമായിരിക്കും. ഞാൻ ഈ കൊറിയൻ ഡ്രാമാസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ എന്താ പറയാ, നമ്മൾ ഈ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക് ബോയ് ഫ്രണ്ട് ഒക്കെ ആണെങ്കിൽ ഗേൾ ഫ്രണ്ടിന് കുക്ക് ചെയ്ത് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതുപോലെ ഷെഫ് എന്തെങ്കിലും കുക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടോ? എന്താ കുക്ക് ചെയ്ത്? അല്ല, പുള്ളിക്കാരി ആക്ച്വലി കോണ്ടിനെന്റൽ യൂറോപ്യൻ ഫുഡൊക്കെ ഭയങ്കര താല്പര്യമാണ്. സ്റ്റേക്സ്, പാസ്ത ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ കുറച്ച് കുറവാണ്, ആദ്യം കൊടുക്കുമായിരുന്നു. എന്നാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? കൂടുതൽ അങ്ങനത്തെ ഫുഡാണോ ഇഷ്ടം? അങ്ങനെ പുള്ളിക്കാർക്ക് സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുന്ന താല്പര്യം. നാടൻ ഫുഡാണ് എപ്പോഴും കഴിക്കുന്നുണ്ട്. പുള്ളിക്ക് അങ്ങനത്തെ താല്പര്യമില്ല. സ്പെഷ്യൽ ആയിട്ട് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും അങ്ങനെ കഴിക്കാൻ താല്പര്യം. പ്രോപ്പർ ആയിട്ട് പ്ലേറ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് പണ്ട് ഓഫീസുകൾ വരുമ്പോഴേക്കും പ്രോപ്പർ ലഞ്ച്. അപ്പൊ ഷെഫ് ഇപ്പൊ പറഞ്ഞല്ലോ ഡ്രീം ആണെങ്കിൽ ഒരു റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ എന്തൊക്കെ മെനൂസ് ആയിരിക്കും ഉണ്ടാവുക? ഫ്യൂഷൻ ഫുഡ് ചെയ്യാനാണ് താല്പര്യം, ആഗ്രഹം. കുറച്ച് അങ്ങനെ വലിയൊരു മെനു അല്ല, വളരെ കോമ്പാക്ട് ആയിട്ടുള്ള കുറച്ച് ഫുഡ്, വളരെ ചെറിയ മെനു, നല്ല ഫുഡ് ആയിരിക്കണം കൊടുക്കുന്നത്. അതാണ് ആഗ്രഹം. അതെന്താണെന്ന് എത്തിയിട്ടില്ല. പേര് ആംഗ്രി ഷെഫ് റെസ്റ്റോറന്റ്, അത് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഓക്കെ. അപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്യുന്നു, നോക്കുന്നു, ഓരോ സ്ഥലത്തൊക്കെ പോകുന്നു. ഷെഫ് അതൊക്കെ ഫോളോ ചെയ്യാറുണ്ട്? ഞാൻ ആക്ച്വലി റെസിപ്പീസ് പോലും ഇഷ്ടംപോലെ നല്ല റെസിപ്പീസ് കുറെ തന്നെ വരാറുണ്ട്. കുറെ ചേച്ചിമാരുണ്ട് നല്ലോണം കുക്ക് ചെയ്യുന്നത്, അവരുടെ റെസിപ്പീസ് നല്ലോണം എടുക്കാറുണ്ട്. ഇപ്പൊ ഫുഡ് വ്ളോഗേഴ്സിനെ ആണെങ്കിൽ നമ്മൾ പോവും, കാണും, നമുക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ പോവും, കഴിക്കും. ചിലപ്പോൾ അടിപൊളിയായിരിക്കും, ചിലപ്പോൾ വളരെ മോശമായിരിക്കും, പറയാൻ പറ്റത്തില്ല. അപ്പം ഷെഫിന് ഈ ഫുഡ് വ്ളോഗിങ് പിന്നെന്താ ഈ കുക്കിങ്ങിനോട് ഒരു വീഡിയോസ് ഒക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ലൈക്ക് നമുക്കിത് കൺസിസ്റ്റന്റ് ആയിട്ട് നിക്കാന്ന് ഒരു ചില്ലറ പണിയല്ലല്ലോ എന്ന് വെച്ചാൽ ചിലപ്പം എഡിറ്റ് ചെയ്യണം, കുക്ക് ചെയ്യണം, അതൊക്കെ ഒരു മടിയാണ്. പക്ഷെ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് നിക്കാൻ ഒരു മോട്ടിവേഷൻ എവിടെന്നാ കിട്ടുന്നത്? കൺസിസ്റ്റന്റ് ആയി നിൽക്കാറില്ല ഞാൻ, ഇടയിൽ 2 മാസം ബ്രേക്ക് എടുക്കും. പക്ഷെ എന്നാലും എനിക്കാണെങ്കിൽ ഞാനൊരു 10 വീഡിയോസ് കാണാൻ അതിനകത്ത് 2 വീഡിയോസ് എങ്കിലും ഷെഫിന് ഉണ്ടാവും. ഇപ്പൊ ലാസ്റ്റ് നോക്കി അറിയാൻ പറ്റും, ഞാൻ കഴിഞ്ഞ മാസം 1 വീഡിയോ 2 വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇപ്പൊ 20 ഡേയ്സിലാകെ 4 വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന എല്ലാം ജസ്റ്റ് റിവ്യൂ പോലെയാണ്.
ഞാൻ ബ്രേക്ക് എനിക്ക് മടുപ്പ് തോന്നുവാണെങ്കിൽ ഞാൻ 1.5 മാസം 2 മാസമൊക്കെ കണ്ടിന്യൂസ് ബ്രേക്ക് എടുക്കും. വീക്കിലി ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴേക്കും വീണ്ടും ഒരു 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിൽ 20 വീഡിയോ അടുപ്പിച്ച് പോസ്റ്റ് ചെയ്യും. വീണ്ടും ആ ട്രാക്കിലേക്ക് എത്തും, പോകും, പിന്നെ ഞാൻ ബ്രേക്ക് എടുക്കും. അപ്പൊ റീച്ചിന് അത് അഫക്ട് ചെയ്യില്ലേ? റീച്ചിനെ അഫക്ട് ചെയ്യും. അപ്പൊ അതാ പറഞ്ഞത്, നമുക്ക് കുറച്ച് റീച്ച് വേണമെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 30 ഡേയ്സ് വീഡിയോ പോസ്റ്റ് ചെയ്യും. ഷെഫിന്റെ ഏറ്റവും വൈറലായിട്ടുള്ള വീഡിയോ ഏതാണ്? ബിരിയാണി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വീഡിയോസ് ഉണ്ട്. ബിരിയാണി ഫസ്റ്റ് വൈറലായ വീഡിയോ കോമഡിയാണ്. സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി ചെയ്തല്ലായിരുന്നു. അവിടെയാണ് നമ്മൾ ആൾക്കാർ നോട്ടീസ് തുടങ്ങുന്നത്. അപ്പൊ എനിക്കൊരു 6000 ഫോളോവേഴ്സ് എന്തോ ഉള്ളൂ. നമ്മൾ ടിക്ടോക്കിലാണ് കൂടുതലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്റെ പഴയ ചെറിയൊരു അപ്പാർട്ട്മെന്റ് ആണ്. അവിടെ എന്തോ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും കട്ടിങ് സ്കിൽസ്, ഞാൻ നൈഫ് ഭയങ്കര സ്റ്റൈലായിട്ടാ ചെയ്യുന്നത്. നൈഫ് നൈഫ് ഹോൾഡ് ചെയ്യുന്ന ഒരു ടെക്നിക് ഉണ്ട്. നമ്മൾ നൈഫ് സാധാരണക്കാരെ പിടിക്കുന്നതും പ്രൊഫഷണൽ ഷെഫ് പിടിക്കുന്നതും. ആ ഒരു വീഡിയോ ഒരു 1 മില്യൺ 2 മില്യൺ അടുത്ത ആൾക്കാർ കണ്ടു. അത് ഫസ്റ്റ് വൈറലായ വീഡിയോ. അതിൽ നിന്ന് മാത്രം ഒരു 30-40 ഫോളോവേഴ്സ് വന്നു വിത്തിൻ 2-3 ഡേയ്സ്. അതാണ് ആക്ച്വലി വൈറലായ വീഡിയോ എന്ന് പറയാം, ആൾക്കാർ കണ്ട വീഡിയോ. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് വിശന്ന ദേഷ്യം വരും എന്നൊക്കെ. എനിക്ക് വിശന്നാ ഭയങ്കര ദേഷ്യം വരും. ചോദിച്ചു നോക്കിയാ അറിയാൻ പറ്റും. എനിക്ക് എന്ത് സഹിക്കാൻ പറ്റും, വിശപ്പ് സഹിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അതുപോലെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൂളാകുകയും ചെയ്യും. ഞാൻ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴേക്കും എനിക്ക് നല്ലൊരു ഫുഡ് കിട്ടുവാണെങ്കിൽ എന്ത് കിട്ടിയാലായിരിക്കും ഏറ്റവും ഹാപ്പി ആവുക? ചോറ് കിട്ടിയാൽ മതി. ചോറ്, നല്ലൊരു ഫുഡ്, മീൻകറി അല്ലെങ്കിൽ ചോറ്, ബീഫ് കറിയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ. സമയം 1:45. ഇപ്പൊ ഇതൊന്നും പറയല്ലേ, വിശന്നിരിക്കുക. ഓക്കെ, ചോറും മീൻകറി, ചോറ്, ബീഫ്. ചോറാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് തിങ് ടു ഈറ്റ്. കാർബ്സിന്റെ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന സാധനം ചോറാണ്. അതുകൊണ്ടാണ് ഞാൻ വണ്ണെങ്കിൽ കൂടി വരുന്നത്. ഡയറ്റ് നോക്കാൻ പറ്റാറുണ്ടാവില്ലായിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡയറ്റ് ഞാൻ 6 ദിവസം നോക്കും, 6 ദിവസം കളയും. അപ്പം ഈ ചോറ് കട്ട് ചെയ്യാൻ പറയുമ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഏറ്റവും പാടുള്ള കാര്യം ചോറ് കട്ട്. ഇപ്പൊ ഞാൻ കറി ഒന്ന് ബീഫ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കാം, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ബീഫ് ഫിഷ് കഴിക്കണം പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും നിൽക്കാം. ചോറ് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. ചോറ്, മീൻകറി, കൂടെ വേറെ എന്തൊക്കെ വേണം? ഒരു പച്ചക്കറി. അത് വീട്ടിലുണ്ടായ എന്തായിരിക്കും? എന്തെങ്കിലും. ഞങ്ങൾ മെഴുക്കുവരട്ടി, ഞങ്ങളായിട്ട് ഒലത്ത് എന്ന് പറയുന്നത്. കൊച്ചി ഭാഗത്ത് എന്റെ വീട്ടിലും പക്ഷെ നമ്മളിങ്ങനെ പുറത്തെവിടെങ്കിലും ഒലത്താനോ? ഒലത്ത്, അച്ചിങ്ങ എന്ന് പറഞ്ഞെങ്കിൽ പയറുണ്ടല്ലോ, അച്ചിങ്ങ ഒലത്തിയതോ അങ്ങനെ എന്തെങ്കിലും. വീട്ടിൽ അപ്പച്ചന് ഭയങ്കര നിർബന്ധമായിരുന്നു മീൻകറി കഴിക്കുന്നതിനൊപ്പം തന്നെ എന്തെങ്കിലും പച്ചക്കറി കഴിക്കണം. ഒരു മീൻകറി, ഒരു പച്ചക്കറി, ചോറ്, അത് മതി. ഞാൻ കഴിക്കും. അച്ചാർ എനിക്ക് ഇഷ്ടമാണ്. അച്ചാറിനെയും കഴിക്കാം. ഓക്കെ. അപ്പം ഷെഫ് ഇപ്പൊ ഒരുപാട് പേർക്ക് കുക്ക് ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു ലൈക്ക് ഇപ്പം ഭയങ്കരമായിട്ട് ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അപ്രിസിയേഷൻ കിട്ടിയത് എപ്പോഴായിരിക്കും? അങ്ങനെ പറയാൻ കുറെ ആൾക്കാരുണ്ട്. എനിക്കിപ്പോ എപ്പോഴും ഓർമ്മയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഒരു ചെറിയ റിസോർട്ട് ടൈപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കോസ്റ്ററിക്ക ലേഡി, വിറ്റ്ഫ്രെഡ് എന്നായിരുന്നു പുള്ളിക്കാരുടെ പേര്. അന്നെനിക്ക് ഒരു 45-50 അടുത്ത ഏജ് ഉണ്ടാവും. പുള്ളിക്കാർക്ക് ഞാൻ ഫിഷ് കറി എന്തോ ട്രൈ കൊടുത്തിട്ട് അന്ന് പരിചയപ്പെട്ടിട്ടാണ് ഇപ്പോഴും നമ്മൾ ഇടയ്ക്ക് മെസ്സേജ് ആക്കി കോൺടാക്ട് ചെയ്യും. ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. നമ്മൾ ഈ ചില ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേ നമ്മളിതിങ്ങനെ പാളിന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത് നമ്മളിങ്ങനെ ആർക്കെങ്കിലും ഒക്കെ കഴിക്കാൻ കൊടുക്കുമ്പോ ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമല്ലേ? അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ അത് മേക്ക് ചെയ്താവും. എന്തെങ്കിലും പാളി പോയി ഞാൻ പറയാം ചിക്കൻ ഫ്രൈ ആണോ, ഉപ്പ് കുറച്ച് കൂടുതലാണെന്ന് പറയും. കൂടിയാലും അങ്ങനെ പാളിന്ന് വിചാരിച്ച് അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ഉണ്ട്. അതങ്ങനെ ഓർത്തു വെക്കാന്നില്ല. ബട്ട് അതൊന്നും നമ്മൾ ഓൺ ഡ്യൂട്ടി ഒന്നും സംഭവിക്കില്ല കേട്ടോ. നമ്മൾ ആ ഒരു അങ്ങനെ പാളി തോന്നുന്നു അപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ പാളിയാലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ ഉണ്ണി മധുരം പറഞ്ഞ കൊടുക്കും, പുതിയ പേരൊക്കെ പവിത്രത്തില്. ഓക്കെ. ഇന്ന് കുറെ പവിത്രം വന്നു ആക്ച്വലി. ഞാൻ ഇപ്പം മുമ്പ് എടുത്ത 2 ഇന്റർവ്യൂലാണെങ്കിൽ അതിനകത്തൊക്കെ പവിത്രം എവിടെയൊക്കെയോ കയറി വന്നു. ഓക്കെ. അപ്പം ഈ പാളിയ ഫുഡിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഷെഫ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഫുഡ് അല്ലെങ്കിൽ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. നമ്മൾ ഇതാണ് ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് സക്സസ്ഫുൾ ആയിരുന്നോ അതോ ചെറിയ പാളലൊക്കെ പറ്റിയായിരുന്നു? അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കി ഫുഡ് എനിക്ക് ഓർമ്മയില്ല കുക്ക് ചെയ്തേക്കുന്നുള്ളത്. നമ്മള് ഹോട്ടലിൽ വർക്ക് ചെയ്തോണ്ട് തന്നെ എല്ലാത്തിലും ചെയ്തിട്ടുണ്ട്. എന്താണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. എന്താണ് ഞാൻ ഒറ്റയ്ക്ക് ആദ്യം ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക്. പണ്ട് നമ്മള് ഹോട്ടലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പറഞ്ഞാൽ നമുക്കൊരു ഡിഷ് തരും.
നമ്മൾ ഉണ്ടായിക്കോളാൻ പറഞ്ഞാലും എപ്പോഴും നമ്മൾ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അവരെന്താണെന്ന് അപ്പൊ തന്നെ വന്ന് ഫിക്സ് ചെയ്ത് തരും. എന്താ ഓർമ്മ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഈ പഴംപൊരിയും ബീഫും ആ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇഷ്ടാണോ? ഓക്കെയാണ്. ഓക്കെയാണ്. അത്ര സൂപ്പർ ഞാൻ പറയുന്നില്ല, ബട്ട് ഓക്കെ. എനിക്ക് അതിനേക്കാൾ നല്ലത് ബീഫും ഞങ്ങൾ സവാള വജ എന്ന് പറഞ്ഞ സാധനം, കൊച്ചി സവാള വട എന്നാണ് പറയുന്നത്, ഞങ്ങൾ കൊച്ചിക്കാർ സവാള വജ എന്ന് പറയുന്നത്. സവാള വജയും ബീഫ് വടയും. ഞാൻ കൊച്ചിയിലുള്ളതല്ലേ, അപ്പൊ ഞാൻ ഇതൊന്നും കേട്ടിട്ടില്ല. ഇവിടെ മൂവാറ്റുപുഴയല്ലേ, തേവരപ്പാലം കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ കൊച്ചിയായിട്ട് കൂട്ടുള്ളൂ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ ബീഫും സവാള വടയും അത് നല്ല കോമ്പിനേഷൻ ആണ്. ഓക്കെ. അപ്പൊ ഈ പഴംപൊരി ബീഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോഴേ ഇതെങ്ങനെ വർക്കാവും, പഴംപൊരിക്ക് മധുരല്ലേ, അങ്ങനെ അതുപോലെ തന്നെ ഷെഫ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കോമ്പോസ് ഉണ്ടാവും നമ്മളിങ്ങനെ കേൾക്കുമ്പോ ഇത് വർക്കാവൂ അങ്ങനെ തോന്നിയിട്ട്? അങ്ങനെ പറയണ്ട. അപ്പൊ അങ്ങനെ ഒരു ഫിലിപ്പിനോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ചമ്പുറാഡോ എന്നാ എന്റെ പേര്. അത് സെർവ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് കുക്ക് ചെയ്തിട്ട് അതിനകത്ത് കൊക്കോ പൗഡർ ഇല്ലേ, കൊക്കോ പൗഡർ ഇട്ട് കുക്ക് ചെയ്ത റൈസ്, അതിന്റെ കൂടെ കഴിക്കുന്നത് ഇവാപറേറ്റഡ് മിൽക്കും ഉണക്ക ചാളയോ. ഇതിന് ചെറിയ സ്ലൈറ്റ് സ്വീറ്റ്നെസ്സും ഈ ചാള അതായത് ഡ്രൈ ഫിഷിന് സോൾട്ട്ലെസ് വരും. ചമ്പുറാഡോ എന്ന പേര്. അപ്പൊ അങ്ങനത്തെ ഫുഡ് എല്ലായിടത്തും ഉണ്ട്. പല വേൾഡ് വൈഡ് എവിടെ പോയാലും അങ്ങനത്തെ ഇത് കിട്ടും. ഇപ്പൊ പാൻ കേക്കിന് കൂടെ ബേക്കൺ കഴിക്കും. പാൻ കേക്ക് യൂറോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ പാൻ കേക്ക് മേപ്പിൾ സിറപ്പ് ഇട്ടിട്ട് അതിന്റെ കൂടെ കഴിക്കുന്നത് ബേക്കണാണ്. ബേക്കൺ സോൾട്ടി ആണ്, ക്രിസ്പി സോൾട്ടി ആയിട്ടുള്ളൊരു പോക്കാണ് ബേസിക്കലി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ബീഫും കഴിക്കാം. അങ്ങനെ ഉണ്ട്. അപ്പൊ അതൊക്കെ കോമ്പിനേഷൻ എല്ലായിടത്തും ഉള്ളതാണ്. പാൻ കേക്ക് വിത്ത് ബേക്കൺ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡിഷാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ്. ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പം ഒരുപാട് കുക്കിംഗ് വീഡിയോസിലൊക്കെ നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു സംഭവം നമ്മൾ ആഡ് ചെയ്തു, പക്ഷെ അത് ആ ഒരു കറിയുടെ എൻറ്റയർ ടേസ്റ്റ് തന്നെ മാറ്റാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? ഒന്നുകൂടെ പറയണം. എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ എന്താ പറയാ, ഒരു പൊടിക്കൈ ഇപ്പം ഒരുപാട് പൊടിക്കൈകൾ ഉണ്ടാവില്ലോ ഷെഫിനൊക്കെ. അപ്പം നമ്മളൊരു പൊടിക്കൈ നമ്മളത് ചെയ്യുമ്പോ അതാണെങ്കിൽ ആ കറിയുടെ ഇത്രയും നേരം നമ്മൾ കുക്ക് ചെയ്ത കറിയുടെ എൻറ്റയർ ടേസ്റ്റ് അങ്ങനത്തെ. ഞാൻ ചെയ്തത് ഇപ്പൊ നമുക്കൊരു നോൺ വെജ് കുക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചിക്കൻ ബീഫ് എല്ലാം കുക്ക് ചെയ്യുമ്പോഴേക്കും ഫ്ലേവർ കുറച്ച് കുറഞ്ഞ് ഫീൽ ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കുറച്ച് ചെറിയ ഉള്ളി ഗരം മസാല പൗഡറും കൂടി ചൂടാക്കിയിട്ട് മേലിടുവാണെങ്കിൽ ആ കറിയുടെ ടേസ്റ്റ് മാറി കിട്ടും. കുറച്ചും കൂടി വേറെ ഫ്ലേവർ വരും. ഒരു ഫ്രഷ് കോക്കനട്ട് ഓയിലിനൊരു ഫ്ലേവർ കിട്ടുമായിരുന്നു. അത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഫ്ലേവർ കുറയുമ്പോൾ ചെയ്യാറുണ്ട് ഒരു പരിപാടിയാണ്. അതായത് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് ഗരം മസാല എണ്ണയിൽ കുറച്ച് പെരുജീരകം പൊടിച്ചു അത് പൊടി ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഇടുക, മൂടി വെക്കുക. മിക്സ് ചെയ്യേണ്ടത് ജസ്റ്റ് മൂടി വെക്കുക. താളിപ്പണ്ടാക്കി ഇടുന്നവരായിട്ട് മൂടി വെക്കുക. കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടും. അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ സവാള നമ്മൾ ഹൈ ഫ്ലെയിമില് പിന്നെ ലോ ഫ്ലെയിമിലൊക്കെ കുക്ക് ചെയ്യും, അതൊക്കെ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഓണിയൻ കുക്ക് ചെയ്യുന്നതിന് ഓണിയൻ ആക്ച്വലി നമ്മുടെ ബേസ് ആണല്ലോ. ഓണിയൻ, ജിഞ്ചർ, ഗാർലിക്, ഗ്രീൻ ചില്ലി ആണ് എല്ലാ കറിയുടെയും ബേസ്. അതിന്റെ എത്ര നേരം കുക്ക് ചെയ്യുന്നു, ഏത് ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുന്നു, അതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിന്റെ ഒരു മെയിൻ ആണ്. അത് മാറുമ്പോഴേക്കും കറിയുടെ ടേസ്റ്റ് മാറും. പിന്നെ ഇടുന്ന പൊടികളുടെ അളവ് മിക്ക കറികളിലും മല്ലി, മുളക്, മഞ്ഞൾ, ഗരം മസാല അല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കും നമ്മളെല്ലാ ഇത് 4-5 പൊടികളാണ് എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. ഇതിന്റെ കുറച്ച് കൂട്ടി കുറച്ചാൽ ടേസ്റ്റ് മാറും. ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റർവ്യൂ എന്തായാലും ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും. അപ്പൊ അവരാണെങ്കിൽ വീഡിയോ കാണുമ്പോ ഈ ഒരു റെസിപ്പി ഷെഫ് പറയുമ്പോ ഉറപ്പായിട്ടും അവരുടെ വായിന്ന് വെള്ളം വരും. ഷെഫിന് അത്രയും കോൺഫിഡൻസ് ഉള്ള റെസിപ്പി എന്താ? മീൻ തിളപ്പിച്ചത്. അതല്ല, അതിന്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അതല്ലാതെ എനിക്കറിയാം. എനിക്ക് തോന്നുന്നു ഈ ഒരു റെസിപ്പി എന്ന് അറിയാമോ, ഈ ഫിഷിന്റെ ഫ്രഷ്നെസ് അത് ഭയങ്കര കീ ആണ് ഈ ഡിഷിൽ. മീൻ കുറച്ച് പഴകിയ പോലെ അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ്. മീൻ തിളപ്പിച്ചത് ആണ് ഞാൻ അൾട്ടിമേറ്റ് കോൺഫിഡന്റ് ആയിട്ടുള്ളത്. മീൻ തിളപ്പിച്ചതല്ലാതെ നമുക്ക് ചിക്കനിൽ എന്തെങ്കിലും പിടിച്ചാലോ? മീനും ബീഫും നമ്മള് ചിക്കൻ വറുത്തരച്ചത് ഒരു പരിധി വരെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഡിഷാണ്. പിന്നെ പറയുന്നത് എന്റെ വീട്ടിലൊക്കെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി ഉണ്ടാക്കും. ചിക്കൻ നല്ലോണം ഫ്രൈ ചെയ്ത് അമ്മച്ച ഉണ്ടാക്കുന്ന ഒരു കറിയുണ്ട്. പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ടിട്ട് ഗ്രീൻ പീസും പൊട്ടറ്റോ ഇട്ടിട്ട് കറിയുണ്ട്. അത് അടിപൊളിയാണ്. അപ്പം ആ കറി വെജിറ്റേറിയൻ ഫുഡിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? കൊച്ചിക്കാരിക്കും വെജിറ്റേറിയൻ എന്നാലും ലൈക്ക് വീട്ടിലൊക്കെ കുക്ക് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും? ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാറുണ്ട്. ബട്ട് ഈ വെജിറ്റബിൾസിനകത്ത് എല്ലാത്തിലും ചെമ്മീൻ ഉണ്ടാവുന്ന മാത്രമേ. ചെമ്മീനോ? അല്ല, അത് കൊച്ചിയിൽ അങ്ങോട്ട് വന്നാൽ എല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ പച്ചക്കറിയിലും ചെമ്മീടുക എന്നുള്ളത് ഞങ്ങൾ അവിടെ ഉള്ളൊരു
ഒരു ശീലമാണ് നയമാണത്. അതില്ലാതെ ആരും പച്ചക്കറി ഉണ്ടാക്കാറില്ല സത്യം പറഞ്ഞാൽ. വീട്ടിലെല്ലാ ദിവസവും ചെമ്മീൻ ഉണ്ടാവും, വർഷത്തിൽ എല്ലാ ദിവസവും വീട്ടിൽ ചെമ്മീൻ ഉണ്ടാവും. അപ്പൊ ചെമ്മീൻ വാങ്ങിയിട്ട് കുക്ക് ചെയ്ത് കുറച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യണം. ഇപ്പൊ എന്ത് പച്ചക്കറി കുക്ക് ചെയ്യുമ്പോഴേക്കും അതിനകത്ത് കുറച്ച് ചെമ്മീൻ എന്ന് പറഞ്ഞെങ്കിൽ കുറെ ചെമ്മീനല്ല, ജസ്റ്റ് ഫോർ ഫ്ലേവർ ഒരു 10 ചെമ്മീനും കുറച്ച് അതിന്റെ സ്റ്റോക്കും ഇട്ടാണ് ഈ പച്ചക്കറി എല്ലാം കുക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ശീലം. പിന്നെ ഈ മുട്ടയില്ലേ, നമ്മുടെ മുട്ടയാണ് മിക്ക എന്നെ പോലത്തെ ബാച്ചിലേഴ്സിന്റെ ഒക്കെ എപ്പോഴും നമ്മൾ അടുക്കളയിൽ ഉണ്ടാവും. ഐ മീൻ ഫ്രിഡ്ജിൽ നോക്കുകയാണെങ്കിൽ മുട്ട ഉണ്ടാവും, കുറച്ച് ബ്രെഡ് ഉണ്ടാവും, ചപ്പാത്തി ഒക്കെ ഉണ്ടായ ഭാഗ്യം. പിന്നെന്താ ഉണ്ടാവുക അവിടെ? തക്കാളി ഉണ്ടായ ഭാഗ്യം. ഈ മുട്ട കൊണ്ട് ഓംലെറ്റും സാൻഡ്വിച്ച് ഒന്നും അല്ലാണ്ട്, മുട്ടക്കറി അല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ഓംലെറ്റ് വേറെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. മുട്ട തിളപ്പിച്ചത് ആക്ച്വലി പേഴ്സണലി എന്റെ ഫേവറേറ്റ് ആണ്. തിളപ്പിച്ചതിനായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. മീൻ തിളപ്പിച്ചത് അത് അവിടെ ഉപയോഗിക്കുന്ന വാക്കാണ് നമ്മളോട്. മുട്ടക്കറി തന്നെയാണ്. പൊട്ടിച്ചൊഴിച്ചത് കണ്ടിട്ടില്ലേ? ഈ പൊട്ടിച്ചൊഴിച്ചത് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കറിയുടെ മേലെ അത് തന്നെ 2-3 വേരിയേഷൻസിൽ ഉണ്ടാക്കാം. അത് വീട്ടിലൊക്കെ അമ്മിച്ച് ആദ്യം പെങ്ങൾ ചേർത്താന്നപ്പോഴേക്കും അവക്ക് കൊടുക്കാനാണെങ്കിൽ ജസ്റ്റ് ആയിരുന്നു മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഉണ്ടാവും. ഈ മുട്ട തിളപ്പിക്കുന്നതിന്റെ സെയിം തന്നെയാണ്, ഇത് മാത്രം ഉണ്ടാവുള്ളൂ. അപ്പച്ചനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുളക് പൊടി കൂട്ടിട്ടിട്ട് അത് വേറെ കളറായിരിക്കും കറിക്ക്. അമ്മിച്ച് അമ്മ ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ കുറെ തക്കാളി ആയിരിക്കും. തക്കാളിക്കറിനകത്ത് മുട്ട പിടിച്ചിട്ട പോലെ. അപ്പൊ ഇതിന്റെ തന്നെ പല പല വേരിയേഷൻസ് ആണ് കറി. അത് നല്ല ഡിഷാണ്, അടിപൊളിയാണ്. ഇന്ത്യൻ ഷക്ഷൂക്ക അല്ല മലയാളി ഷക്ഷൂക്ക അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇനി എനിക്ക് അടുത്ത ചോദ്യം ഇവിടെയാണ് ചോദിക്കാനുള്ളത്. സത്യം പറഞ്ഞ ഷെഫിന് ഇഷ്ടപ്പെട്ടത് കുക്കിംഗ് കണ്ടിട്ടാണോ? കുക്കിംഗ് കണ്ടിട്ടാണ്. അതെന്താ? അല്ല, നമുക്ക് എല്ലാം പെട്ടെന്ന് കിട്ടുമല്ലോ. പണി അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഫുഡ് കൊടുത്ത് ഒതുക്കാവുന്നൊക്കെ വരില്ല. അതെന്താ? ഫുഡ് കഴിച്ചിട്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ അല്ലേ, ഭയങ്കര പാടാണ് ആൾക്കാർക്ക് നമുക്ക് ഭക്ഷണം തരാൻ വേണ്ടിട്ട്. അങ്ങനെ ആൾക്കാർ പറയാറുണ്ട് മിച്ചല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എല്ലാം ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എനിക്ക് കിട്ടും, പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ പെട്ടെന്ന് ഒരാളാണെങ്കിൽ ഭയങ്കര പ്രതീക്ഷയില് ഷെഫിന് ഫുഡൊക്കെ വന്ന് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാല് ഷെഫിനത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അവരുടെ അടുത്ത് പറയൂ ഇതിനെന്തെങ്കിലും കുറവുണ്ടെന്ന് അങ്ങനെ പറയോ? പറയും, ചിലപ്പോ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് സങ്കടാവില്ലേ? പറയണല്ലോ, അവർക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട്. എല്ലാരോടും പറയുന്നതല്ല, നമ്മളോട് അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മുടെ ക്ലോസ് റിലേഷൻ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അത് ഓക്കെയാണ്. ഷെഫിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഫുഡ് ചോദിച്ചാൽ എന്താ പറയാ? വഴുതനങ്ങ. അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള സാധനം. ഞാൻ ആദ്യം വഴുതനങ്ങ കഴിക്കുന്ന ഒരാളല്ല. ബീട്രൂട്ട് ഞാൻ കഴിക്കാറില്ല, ബീട്രൂട്ട് ഞാൻ കഴിക്കില്ല, വഴുതനങ്ങ ഞാൻ കഴിക്കില്ല. പിന്നെന്താ കഴിക്കാത്തത്? പച്ചക്കറി തന്നെയാണ്. വഴുതനങ്ങ എനിക്ക് അധികം താല്പര്യമുള്ള സാധനമല്ല. ബട്ട് ചിലപ്പോ കഴിക്കൂട്ടോ, മീൻസ് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കിയ വഴുതനങ്ങ എനിക്ക് താല്പര്യമില്ല. വേറെ കഴിക്കാറുണ്ട്, പുറത്തുനിന്ന് കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് വിശക്കുന്നു. ശരിയാണ്, സമയത്രമായി പോകണം, ഭക്ഷണം വിശക്കുന്നു. ഇന്റർവ്യൂ കഴിയുമ്പോ ഇതിന് മുന്നേ ഒരു അധികം വിശപ്പുണ്ടായിരുന്നില്ല, ഈ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോ വിശപ്പ് ഒന്നും കൂടെ കൂടി. ഓക്കെ, താങ്ക് യു സോ മച്ച് ഷെഫ്. എല്ലാവിധ ആശംസകളും നേരുന്നു. എത്രയും പെട്ടെന്ന് റെസ്റ്റോറന്റ്, ഷെഫ് ആഗ്രഹിച്ച റെസ്റ്റോറന്റ് തുടങ്ങാൻ പറ്റട്ടെ. ഒരു ബ്രാഞ്ച് കൊച്ചിയിൽ ഇടണം, അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് വന്ന് കഴിച്ചോട്ടെ ഇടയ്ക്ക്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.